ഈ ഒരു സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സ്റ്റോറേജ് ബിന്നിൽ നിന്നാണ് എന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ സ്റ്റോറേജ് പിന്നെ എന്തിനൊക്കെ യൂസ് ചെയ്യാം? നമ്മുടെ ഈ സീഡ്സ്, ബാർലി, വീറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാനാണ് നമ്മൾ സ്റ്റോറേജ് ബിന്ന് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ ആ ഒരു സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഒരു ലോജിക്കലായിട്ടുള്ള തിങ്കിങ്ങും ഒരു കോമൺ സെൻസും ഒക്കെ ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ടാവും. എന്നാലല്ലേ ഇങ്ങനെ ഒരു സ്റ്റോർ ചെയ്ത് വെക്കണം അങ്ങനെയുള്ള ഐഡിയാസൊക്കെ വരുന്നത്. സോ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റോറേജ് പിന്നെ 1920 നമ്മൾ ഡിസ്കവർ ചെയ്തത്. ഇവിടെ നമ്മുടെ ആർക്കിയോളജിസ്റ്റൊക്കെ എക്സ്കവേഷന് പോയിട്ട് 1920 അത് ഡിസ്കവർ ചെയ്തതെങ്കിലും ഈ ഒരു സ്റ്റോറേജ് പിന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും അതിൽ നിന്നാണ് ഈ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ബിലീവ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ അവിടുത്തെ ബെറിയൽ, നമുക്കറിയാം അവിടെ ആളുകളെ ബെറി ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ്. നമ്മൾ മമ്മി മൂവീസൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആളുകളെ ഇങ്ങനെ ചുറ്റി കെട്ടി ഇതിലൊക്കെ ഒരു ബോക്സിലാക്കി വെച്ച് അങ്ങനെയാണ് നമ്മൾ മമ്മി മൂവീസിൽ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെയുള്ള ബെറിയൽ ആസ്പെക്റ്റ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു അവിടെ. അത് അവിടുത്തെ സൊസൈറ്റിയുടെ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു ബെറിയൽ ലാൻഡിലേക്ക് ചെന്നാൽ നമുക്ക് അവിടുത്തെ സൊസൈറ്റി എങ്ങനെയാണെന്ന് കൂടുതലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സോ ബെറിയൽ ആസ്പെക്ട്സിന് ഒരു വളരെ ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടായിരുന്നു.